സഹോദരന്മാരെ വിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തിയ മാസമായിരുന്നു ശഅബാൻ എന്നും, അതുകൊണ്ട് തന്നെ ആ മാസത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞും മനസ്സിലാക്കിയും നമ്മൾ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തണം എന്നുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. ഇനി റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ റമദാനിന് വേണ്ടി നല്ല മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഭൗതികമായ മുന്നൊരുക്കങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഭൗതികമായി പല നിലക്കും പലരും മുന്നൊരുക്കം നടത്തും. പള്ളികളൊക്കെ ആവശ്യമായ രൂപത്തിൽ ഒരുക്കും, അതേപോലെ വീടുകളിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും, മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ടെങ്കിൽ ഭൗതികമായ അത്തരം കാര്യങ്ങളൊക്കെ, ഭക്ഷണത്തിനുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങി വെച്ചും ഒക്കെ ഭൗതികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും നിസാരമായ ഒരു കാര്യമല്ല. ഏറെ വിലപിടിപ്പുള്ള വളരെ മുഖ്യമായ ഒരു അതിഥിയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസമാകുമ്പോൾ ലോകത്തെ മുഴുവൻ അള്ളാഹു റമദാന് വേണ്ടി ഒരുക്കുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. റമദാന് വേണ്ട രൂപത്തിൽ തയ്യാറെടുപ്പുകൾ അള്ളാഹു നടത്തും. ആ തയ്യാറെടുപ്പിനപ്പുറത്ത് നമ്മൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ജാഅ റമദാൻ, റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചു വെക്കും. വസുഫിദതി ശയാത്തീൻ, പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കെട്ടിയിടും എന്നാണ്. മറ്റൊരു റിവായത്തിൽ തുറന്നു വെക്കപ്പെട്ട സ്വർഗ്ഗവാതിൽ റമദാൻ കഴിയും വരെ അടക്കില്ല എന്നും, അടച്ചു വെക്കപ്പെട്ട നരകവാതിൽ റമദാൻ തീരും വരെ തുറക്കില്ല എന്നും, പിടിച്ചു വെക്കപ്പെട്ട പിശാചിനെ റമദാൻ കഴിഞ്ഞാലല്ലാതെ അഴിച്ചുവിടില്ല എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ തുറന്നു വെച്ച് നരകത്തെ അടച്ചു വെച്ച് നന്മകൾ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ പിടിച്ചു വെക്കുകയും ചെയ്യും നമുക്ക് വേണ്ടി. അത് അല്ലാഹുവിന്റെ ഒരു മുന്നൊരുക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുന്നൊരുക്കം നടത്തിയതിന് ശേഷം നന്മകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിളിച്ചു പറയാൻ വേണ്ടി ഒരാളെ അല്ലാഹു നിയോഗിക്കുമെന്നാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, അതാക്കും ഷഹ്റുൻ റമദാൻ, നിങ്ങൾക്കിതാ റമദാൻ മാസം വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ മാസമാണത്. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നുവെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ അതിന് ശേഷം വിളിച്ചു പറയുന്ന ഒരാളെ വിളിച്ചു പറയാൻ ഏർപ്പാടാക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. യാ ബാഗിയൽ ഖൈർ, അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവരെ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരിക. മറ്റൊരു ഹദീസിൽ ഹലുമ്മ, നിങ്ങൾ തയ്യാറായി വരിക എന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്നാണ്. വയാ ബാഗിയ ശർ അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്ന ആളുകളെ നിങ്ങൾ ചുരുക്കണമെന്നാണ്. ഈ റമദാൻ നന്മ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ച മാസമാണ്. ഈ റമദാൻ തിന്മ ആഗ്രഹിക്കുന്നവർ അവരുടെ തിന്മകൾ മാറ്റിവെക്കാൻ വേണ്ടി, അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയ മാസമാണ്. അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യേണ്ടത് നമ്മളാണ്, തിന്മകളെ മാറ്റിവെക്കേണ്ടത് നമ്മളാണ്. റമദാൻ മാസത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നല്ല തയ്യാറെടുപ്പുകൾ നടത്തണം. പലപ്പോഴും ശഅബാൻ മാസമാകുമ്പോഴാണ് ആളുകളൊക്കെ അഹ്ലൻ റമദാനുകൾ നടത്താറുള്ളത്, റമദാൻ ഇവിടെ മുന്നൊരുക്കം നടത്താറുള്ളത്. പക്ഷെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. സഹാബികൾ മുതലുള്ള ആളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും, അവരൊക്കെ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നീടുള്ള 6 മാസം അല്ലാഹുവേ എന്റെ റമദാനിലെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നെ അടുത്ത 6 മാസം കഴിഞ്ഞാൽ പിന്നെയുള്ള 6 മാസം പടച്ച റബ്ബേ നീ ഞാൻ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നന്നായി ഒരുങ്ങുകയും ചെയ്യുമായിരുന്നുവെന്നാണ്. താബഈ പണ്ഡിതന്മാരൊക്കെ അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുമെന്നും വലിയ അതിഥിയാണ് വരാനിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവിധ മുന്നൊരുക്കവും നടത്തുമായിരുന്നു. അവരുടെ ജീവിതത്തിലെ തിരക്കുകളെല്ലാം അവർ മാറ്റിവെക്കുമായിരുന്നുവെന്നാണ്. അവരുടെ ജീവിതത്തിലെ തിരക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളത് പോലെയുള്ള ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരക്കുകളായിരുന്നില്ല. മറിച്ച് ഇസ്ലാമികമായ നന്മകളിൽ തന്നെ മത്സരിക്കുന്ന ആവശ്യങ്ങളെ പോലും അവർ മാറ്റിവെച്ച് റമദാന് വേണ്ടി തയ്യാറെടുക്കുമായിരുന്നുവെന്നാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെട്ട പണ്ഡിതനാണ്.
മദീനയിൽ തന്നെ ജനിച്ച് മദീനയിൽ ജീവിച്ച് മദീനയിൽ തന്നെ വഫാത്തായ മഹാനാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. വലിയ പണ്ഡിതനായിരുന്നു. ഇസ്ലാമിക ലോകത്ത് ഹദീസുകൾ ക്രോഡീകരിച്ച ആദ്യത്തെ ക്രോഡീകരണ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതാണ്. അതേപോലെ ഹദീസിന് വേണ്ടി ജീവിതം മുടിഞ്ഞു വെച്ച, ധാരാളം സമയം ഹദീസ് പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച, ഹദീസ് പഠിപ്പിക്കുന്നതിൽ പ്രത്യേകം ദറസ് ഉണ്ടായിരുന്ന, അതിനായിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്ന, വലിയ സമയം അതിനു വേണ്ടി മാറ്റിവെക്കാറുണ്ടായിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു. മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമനായി അറിയപ്പെടുന്ന പണ്ഡിതനാണ്. വലിയ ഫഖീഹാണ്. ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുന്ന, നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ്. പക്ഷേ റമദാൻ കടന്നു വരുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം തന്റെ ഹദീസ് ക്ലാസ്സുകളൊക്കെ മതിയാക്കും, അതൊക്കെ മാറ്റിവെക്കും. മറ്റു തിരക്കുകൾ, ഇനി അത്തരം മറ്റു മാസങ്ങളിലുള്ളത് പോലെയുള്ള ആളുകളെ സ്വീകരിക്കലും ഫത്വ നൽകലും അങ്ങാടികളിൽ പോയി അടക്കം ഫത്വ നൽകുന്ന കാര്യങ്ങളുമൊക്കെ അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു. എന്ന് റമദാൻ മാസത്തിന് വേണ്ടി നമസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും പഠനത്തിനും വേണ്ടി മാത്രം അദ്ദേഹം മുന്നൊരുക്കം നടത്തുമായിരുന്നു. എന്ന് റമദാനിനെ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നുവെന്നാണ്. ആ രൂപത്തിൽ അവർ തയ്യാറെടുക്കുമായിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കും ഇത്തരത്തിലൊരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ്. റമദാന് മുന്നോടിയായി എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. റമദാനിനെ നമ്മൾ മുന്നൊരുക്കം നടത്തുമ്പോൾ നോമ്പെടുക്കാൻ വേണ്ടി, നിർബന്ധമായ നോമ്പിന് വേണ്ടി ഒരുങ്ങുകയാണ് എങ്കിൽ റമദാൻ മുന്നൊരുക്കത്തിന് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മൾക്ക് ഒഴിവുണ്ടായിരുന്ന നോമ്പുകൾ നോറ്റുവീട്ടുക എന്നുള്ളതാണ്. സ്ത്രീകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ടല്ലോ, എനിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരക്കുണ്ടാകുന്നത് കൊണ്ട് മറ്റു മാസങ്ങളിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുകൂട്ടാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ശഅബാൻ മാസത്തിൽ ഞാൻ പൂർത്തിയാക്കിയിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അനാവശ്യമായി മാറ്റിവെക്കാൻ പാടില്ല എന്ന്. നമ്മൾക്ക് കഴിഞ്ഞ റമദാൻ മാസത്തിൽ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി നമ്മൾ ഈ റമദാന് മുമ്പ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരു കാരണവുമില്ലാതെ നമ്മൾ വൈകിപ്പിച്ച് പിന്നെ ഈ മാസം നോറ്റുവീട്ടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ റമദാൻ കഴിഞ്ഞാൽ അത് നോറ്റുവീട്ടുന്നതോടൊപ്പം തന്നെ ഒരു നോമ്പിന് ഒരു അഗതിക്ക് ഭക്ഷണം കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ ഫൈന് കൂടി കെട്ടേണ്ടി വരുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ റമദാന് മുമ്പേ നമ്മൾ ആ നോമ്പ് നോറ്റുവീട്ടേണ്ടതുണ്ട്. എന്തെങ്കിലും ശർഈയായ കാരണങ്ങൾ കൊണ്ട് തീരെ നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകളെ കുറിച്ചല്ല പറയുന്നത്. അവർക്ക് അതിന് ശേഷം അവർക്ക് നോമ്പെടുക്കാവുന്നതാണ്. എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ നോമ്പുകൾ പരിപൂർണമായും ഈ റമദാനിലേക്ക് കടന്നു വരും മുമ്പ് നോറ്റുവീട്ടാൻ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി സഹോദരന്മാരെ, റമദാൻ മാസത്തിന്റെ മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയെങ്കിലുമായി തീർന്നുകൂടാ. സാധാരണ ആളുകളൊക്കെ റമദാനായിട്ട് നന്നാകാം എന്നാണ് പറയാറുള്ളത്. പക്ഷേ മുൻഗാമികളുടെ രീതി എന്ന് പറഞ്ഞാൽ റമദാൻ വീട് നന്നായിട്ട് കയറുക എന്നുള്ളതാണ്. റമദാൻ ആയതിനു ശേഷം നന്നാകാൻ തീരുമാനിച്ചാൽ പലതും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ റമദാൻ മാസത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ മാറ്റിവെച്ച് ഒരു നല്ല മനസ്സോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോഴാണ് അതിനെ പരിപൂർണമായി നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങൾ പാപങ്ങളെല്ലാം കഴുകിക്കളയണം. പാപങ്ങൾ പുറത്തു ലഭിക്കാൻ വേണ്ടി റമദാൻ മാസത്തെ കാത്തു നിൽക്കണമെന്നില്ല. റമദാൻ മാസം പാപമോചനത്തിന്റെ മാസമാണ്. പ്രവാചകനെ പറഞ്ഞില്ലേ, റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. എല്ലാ ദിവസവും ആളുകളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും നരകത്തെ ആളുകളെ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു മാസമാണ് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ. എന്നാൽ ആ റമദാൻ മാസമായിട്ട് എന്റെ പാപങ്ങൾ ഏറ്റു പറയാമെന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. മറിച്ച് പാപങ്ങൾ ഉള്ളതൊക്കെ അള്ളാഹുവോട് ചോദിച്ച് പറഞ്ഞ് പാപമോചനം നേടിയിട്ടായിരിക്കണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹിരീൻ. ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരണം ഉണ്ടാക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്നാണ്. പണ്ഡിതന്മാർ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരണം കൊടുത്തത് അങ്ങനെയാണ്. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. കാരണം എന്താണ്? തൗബ എന്ന് പറഞ്ഞാൽ ആന്തരികമായ ശുദ്ധീകരണമാണ്. നമ്മൾ ചെയ്തു പോയ തിന്മകൾ, നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, നമ്മൾ ചെയ്തു പോയ വൃത്തികേടുകൾ, അനാവശ്യങ്ങൾ എല്ലാം അള്ളാഹുവോട് ഏറ്റു പറഞ്ഞ് പരിപൂർണമായും ആന്തരികം ക്ലിയർ ആക്കുകയാണ് ഒന്നാമത്തെ വിഷയം. കാരണം ഉള്ളറം ശുദ്ധിയില്ലാതെ പുറത്ത് എത്ര കുളിച്ച് വൃത്തിയായി ഒരുങ്ങിയിട്ടും കാര്യമില്ല. അവന്റെ അകം മോശമാണെങ്കിൽ പുറം എത്ര മൊഞ്ചുള്ളതായിട്ടും കാര്യമില്ല. അതുകൊണ്ട് അവൻ ആന്തരിക ശുദ്ധീകരണം വരുത്തണം. വയുഹിബ്ബുൽ മുതതഹിരീൻ, അതോടൊപ്പം തന്നെ ബാഹ്യമായി കുളിച്ചൊരുങ്ങി വുളൂ ചെയ്തുകൊണ്ട് ശുദ്ധിയാകുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. രണ്ടും ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അങ്ങനെ നമ്മൾ അള്ളാഹുവോട് പാപമോചനം തേടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധിയുള്ളവരായിട്ടാകണം നമ്മൾ റമദാനിലേക്ക് കടക്കേണ്ടത്. നമ്മൾ അള്ളാഹുവോട് പാപങ്ങൾ ചോദിച്ചാൽ, പൊറുക്കലിനെ ചോദിച്ചാൽ
അള്ളാഹു പുറത്തു നൽകുമെന്ന് പ്രവാചകന്റെ ഉറപ്പുണ്ട്. അത്താഇബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹു എന്ന് പ്രവാചകൻ പറഞ്ഞു. തിന്മകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നവൻ അവൻ തയ്യാറുണ്ടോ, അവൻ അള്ളാഹു പുറത്തു കൊടുക്കും. അവന്റെ അവസ്ഥ കമൻ ലാ ദംബ ലഹു, ഒരു തിന്മയും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആക്കി തീർക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പടച്ചവരോട് പറയാനുള്ളതൊക്കെ പറയുക, അള്ളാഹ് എല്ലാം പുറത്തു തരും. അള്ളാഹുവിനെ പുറത്തു നൽകുന്നതിൽ യാതൊരു മടിയുമില്ല. ഉദ്ഉനി യസ്തജീബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ഓഫർ. അതേപോലെ തന്നെ റസൂലേ, എന്റെ അടിമകളോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്തു പോയ അടിമകളുടെ റസൂലേ താങ്കൾ പറഞ്ഞു കൊടുക്കണം. ലാ തഖനതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകുവാൻ പാടില്ല. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എത്ര പാപം ചെയ്താലും ഒക്കെ പടച്ചവൻ മുറിച്ചിരും. കടലെ നുരകളോളം ഉണ്ടെങ്കിലും, ഭൂമിയിലെ മൺതരികളോളം ഉണ്ടെങ്കിലും, ആകാശം മുട്ടയുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകുമെന്ന് അള്ളാഹുവിന്റെ ഓഫറാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, ചെയ്തു പോയി തിന്മകൾ ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങാൻ കഴിയേണ്ടതുണ്ട്. മൂന്നാമതായി സുഹൃത്തുക്കളെ സഹോദരന്മാരെ, റമദാൻ മാസത്തിൽ നന്മകൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ആ ചെയ്യുന്ന നന്മകളെല്ലാം അള്ളാഹു സ്വീകരിക്കാൻ വേണ്ട മുന്നൊരുക്കം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. സ്വീകരിക്കാൻ വേണ്ട മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി അവന്റെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കാൻ ചില കാരണങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവന്റെ നമസ്കാരം കൊണ്ട്, അവന്റെ നോമ്പ് കൊണ്ട്, അവന്റെ ഖുർആൻ പാരായണം കൊണ്ട്, അവന്റെ സദഖകൾ കൊണ്ട്, അവന്റെ നന്മകൾ കൊണ്ട് ഒന്നും അവന് കാര്യമില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ പൊറുക്കുകയില്ല എന്നാണ്. ഇന്നഹു മയുശ്രിക ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കുകയും നരകം ശാശ്വതമാക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പാപവും പുറത്തു പോകും. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 3 വചനങ്ങളിൽ 18 പ്രവാചകന്മാരുടെ പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടരെ പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞ കാര്യമാണ്. ആ പ്രവാചകന്മാരോ അവരുടെ കുടുംബങ്ങളോ അവരുടെ മക്കളോ വലൗ അശ്റകൂ, അവർ ആരെങ്കിലും തിന്മ ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ആ ശിർക്ക് കൊണ്ട് അവരുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു പൊളിച്ചു കളയുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു പറഞ്ഞു, ഇന്ന ശിറക്ത ലയഹ്ബതന്ന അമലുക, റസൂലേ താങ്കൾ ശിർക്ക് ചെയ്താലും താങ്കളുടെ പാപങ്ങൾ, താങ്കളുടെ നന്മകൾ അള്ളാഹു പൊളിച്ചു കളയുമെന്നാണ്. അതുകൊണ്ട് ആ ശിർക്ക് ഉണ്ടാകുവാൻ പാടില്ല. രണ്ടാമതായി സഹോദരന്മാരെ, ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ രണ്ടാമത്തെ ഒരു കാരണമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് വ്യക്തികളുമായി കൊണ്ട് തെറ്റി നിൽക്കുക എന്നുള്ളതാണ്. ആളുകളുമായി തെറ്റി നിൽക്കുന്ന, പ്രത്യേകിച്ച് കുടുംബ ബന്ധം, കുടുംബത്തിലുള്ളതും അല്ലാത്തതുമായ ആളുകളുമായി കൊണ്ട് വിദ്വേഷത്തിലുള്ള, അവരോട് സംസാരിക്കാത്ത, അവരോട് മിണ്ടാത്ത, അവരോട് വെറുപ്പ് മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധം അല്ലാഹുവോട് പറഞ്ഞത്, അല്ലാഹുവേ ഞാനുമായി ബന്ധം ചേർത്ത ആളുകളോട് മാത്രമേ നീ ബന്ധം ചേർക്കാൻ പാടുള്ളൂ, ഞാനുമായി ബന്ധം മുറിക്കുന്നവരെ പടച്ച റബ്ബേ നീ കണക്ഷൻ വിച്ഛേദിച്ച് കളയണമെന്ന് കുടുംബബന്ധം ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര നന്മകൾ ചെയ്താലും ആ കുടുംബബന്ധം മുറിക്കുന്നത് നമ്മുടെ നന്മകളെ അല്ലാഹു സ്വീകരിക്കാതിരിക്കുവാൻ കാരണമാകുമെന്നാണ്. അതേപോലെ തന്നെ പിണക്കങ്ങൾ ആളുകളുമായി കൊണ്ടുണ്ടാക്കുന്നത്, ആളുകളുമായി പിണങ്ങി നിൽക്കുന്നത്, തെറ്റി നിൽക്കുന്നത്, അവരുമായി അടുക്കാത്തത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുമെന്നാണ്. പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ലാ യഹില്ലു ലിറജുലിൻ അയ്യഹ്ജുറ അഖാഹു ഫൗഖ സലാസി ലയാൽ, 3 രാത്രിയിൽ കൂടുതൽ ഒരാൾക്ക് ഒരാളുമായി തെറ്റി നിൽക്കാൻ അനുവദനീയമല്ല. മാനുഷികമായ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഇടപെടലുകളിൽ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും പെരുമാറ്റങ്ങളിലൊക്കെ നമുക്ക് വെറുപ്പുണ്ടാകലും ആ കാരണത്താൽ സൗന്ദര്യ പിണക്കങ്ങൾ തെറ്റി നിൽക്കലൊക്കെ സ്വാഭാവികമാണ്. മനുഷ്യൻ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പരസ്പരം സംസാരിച്ച് അത് ഒതുക്കി തീർക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു. പരമാവധി 3 ദിവസം. അതിനപ്പുറത്തേക്ക് പോയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ പരസ്പരം കാണുമ്പോൾ സലാം പറയുന്നില്ല, തെറ്റി നടക്കുന്നു, അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല. മലക്കുകൾ നമ്മുടെ നന്മകളുമായി കൊണ്ട് കർമ്മങ്ങളുമായി കൊണ്ട് റബ്ബിലേക്ക് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇന്നാലിന്റെ വ്യക്തിയുമായി അവൻ തെറ്റി നിൽക്കുന്നു എന്ന് പറയുകയും
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്കിൽ അവന്റെ കർമ്മങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ചേക്ക്, അതിനിക്ക് ആവശ്യമില്ല എന്ന് അല്ലാഹു പറയുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗം വാങ്ങാനുള്ള അവസരമാണ്, നമുക്ക് നന്മകൾ കരസ്ഥമാക്കാനുള്ള അവസരമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും നമുക്ക് നഷ്ടമാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും തെറ്റി നിൽക്കുന്ന ആളുകളോട് അങ്ങോട്ട് സലാം പറഞ്ഞ് ബന്ധം ചേർക്കാൻ, കുടുംബ ബന്ധവും വ്യക്തിബന്ധവും ആ രൂപത്തിൽ പുതുക്കി ചേർക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. ആ രൂപത്തിലായിരിക്കണം നമ്മൾ റമദാനിലേക്ക് മുന്നൊരുക്കം നടത്തേണ്ടത്. അതേപോലെ സുഹൃത്തുക്കൾ, നാലാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ റമദാൻ മാസം മുന്നിലേക്ക് വരുമ്പോൾ നന്മകൾക്ക് വേണ്ടി കൂടുതൽ സമയം നമ്മൾ സ്വമേധയാ കണ്ടെത്തണം. നമ്മുടെ തിരക്കുകൾ നമുക്കറിയാം, നമ്മുടെ തിരക്കുകൾ നമ്മളെക്കാൾ നന്നായി അറിയുന്ന വേറെ ആരുമില്ല. എൻ്റെ ജോലി എന്താണ്, എൻ്റെ ഓഫീസിലെ സമയം എങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ തിരക്കെന്താണ്, എനിക്ക് സമൂഹത്തിലെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, എനിക്ക് ഒരു ദിവസത്തിൽ എന്തെല്ലാം ചെയ്യാനുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം. ഈ നന്നായി അറിയുന്ന നമ്മൾ നമ്മുടെ ആ ദിവസത്തെ, നമ്മുടെ ജോലിയെ, നമ്മുടെ സമയങ്ങളെ ഒന്ന് ക്രമീകരിച്ച് അള്ളാഹുവിൻ്റെ വേണ്ടി ബോധപൂർവം കുറച്ച് സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾ ഇടപെടേണ്ടതില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ട് സമയം കളയേണ്ടതില്ല. നമ്മുടെ ബിസിനസ്സുകളോ നമ്മുടെ മറ്റു കാര്യങ്ങളോ ഒക്കെ മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ അതല്ലാതെ നടന്നു പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവരങ്ങനെ നോക്കട്ടെ എന്ന് നമ്മൾ വെക്കുകയും നമ്മൾ നന്മകൾക്ക് വേണ്ടി മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു. അവർ പരിപൂർണമായും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരുടെ സമ്പാദ്യമൊക്കെ റമദാന് മുമ്പേ അവർ ആവശ്യമുള്ളതൊക്കെ സമ്പാദിച്ച് പിന്നെ അതൊക്കെ നിർത്തിയിട്ട് റമദാന് പരിപൂർണമായി നന്മകൾക്ക് വേണ്ടി മാറ്റിവെച്ചവർ മുൻഗാമികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾക്കും അങ്ങനെ കഴിയേണ്ടതുണ്ട്. പരിപൂർണമായി മാറ്റിവെക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്യേണ്ട ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ആ കാര്യങ്ങളോടൊപ്പം തന്നെ നന്മകൾക്ക് വേണ്ടി സമയം നമ്മൾ കണ്ടെത്തണം. ഒരു നല്ല പ്ലാനിങ് നമുക്കുണ്ടാകണം. ഒരു നല്ല പ്ലാനിങ്, ഓരോ ദിവസവും ഓരോ സമയവും ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മൾക്ക് നല്ല പ്ലാനിങ് ഉണ്ടാകണം. അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും വേണ്ടിയുള്ള സമയമാണ്. ഖുർആൻ പാരായണത്തിന് നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം. ഈ റമദാനിൽ എത്ര തവണ ഓടിത്തീർക്കുമെന്ന് നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കണം. എങ്ങനെ തീരുമാനിക്കാൻ കഴിയും? നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് ഓതാൻ എത്ര സമയം വേണമെന്ന് നമ്മളൊന്ന് കണക്കൂട്ടുക. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഒരു ടൈമർ ഓണാക്കി വെച്ചാൽ, ഒരു പേജ് ഓടാൻ തുടങ്ങുമ്പോൾ ടൈമർ ഓണാക്കി വെക്കുക. ഒരു പേജ് കഴിയുമ്പോൾ എത്ര മിനിറ്റ് എടുത്തു എന്ന് കണക്കാക്കുക. സാധാരണ ഒരാൾക്ക് 2-3 മിനിറ്റുകൾ കൊണ്ടാണ് ഒരു പേജ് ഓടി തീർക്കാൻ കഴിയുക. ഒരു ആവറേജ് സമയം അത്രയാണ്. ഇനി അതിൽ കൂടുതലാണോ കുറവാണോ നമ്മളുടെ പാരായണത്തിന്റെ അവസ്ഥ നമുക്കാണ് അറിയുക. അത് നോക്കിയിട്ട് ഒരു 3 മിനിറ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ സുഹൃത്തുക്കളെ, ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 20 പേജാണ്. ഒരു പേജിന് 3 മിനിറ്റ് വേണ്ട ഒരാൾ ഒരു ജുസ് പാരായണം ചെയ്യാൻ 20 പേജ് ഓതാൻ അവനക്ക് 1 മണിക്കൂറാണ് ആവശ്യമുള്ളത്. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് റമദാനിൽ ഒരു ഖത്തം തീർക്കാൻ കഴിയും. 30 ജുസാണല്ലോ വിശുദ്ധ ഖുർആനിലുള്ളത്. നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് റമദാനിന്റെ രാപ്പകലുകളിൽ എത്ര മണിക്കൂറുകൾ മാറ്റിവെക്കാൻ കഴിയുമെന്നാണ്. ദിവസത്തിൽ 24 മണിക്കൂറുകൾ നമുക്കുണ്ട്. അതിൽ നമസ്കാരത്തിന് വേണ്ടി അതിന്റെ സുന്നത്തുകളും ജമാഅത്തും നമ്മൾ ഉൾപ്പെടുത്തിയാൽ തന്നെ പരമാവധി 1.25 മണിക്കൂറാണ് നമുക്ക് ആവശ്യമായി വരിക. നമ്മൾ നമസ്കരിക്കാൻ അത്രയാണ് സമയം മാറ്റിവെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒരു ദിവസത്തിലെ 24 മണിക്കൂർ കിട്ടിയിട്ട് എനിക്ക് എത്ര സമയം മാറ്റിവെക്കാൻ കഴിയുമെന്ന് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുക, തീരുമാനിക്കുക. അത് നമ്മളുടെ ഒരു തീരുമാനമായി നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അത് പൂർത്തീകരിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. ഒരു ദിവസത്തിൽ നമ്മളെ സംബന്ധിച്ചും ഒരു ഖതമെങ്കിലും റമദാൻ തീർത്തിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസത്തിൽ 1 മണിക്കൂർ പോലും നമ്മൾ ഖുർആന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഈ റമദാനിലൂടെ നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തെ നോമ്പ് നിർബന്ധമാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയെന്ന് 2-ാം അധ്യായം സൂറത്ത് അൽ ബഖറയുടെ 183-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ച ശേഷം അല്ലാഹു പറഞ്ഞു, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് സത്യാസത്യ വിവേചനമായിക്കൊണ്ട് ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസ്മുഹു, ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും സന്നിഹിതമാകുന്നുവെങ്കിൽ, സാക്ഷിയാകുന്നുവെങ്കിൽ ആ മാസത്തിൽ അവൻ നോമ്പെടുത്ത കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് മാസങ്ങൾ ആകാശഭൂമികൾ ഉണ്ടാക്കുന്ന അന്ന് മുതൽ അല്ലാഹു പവിത്രമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്.
എന്നാൽ അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കാൻ ഈ 4 മാസങ്ങൾ തിരഞ്ഞെടുക്കാതെ റമദാനെ തിരഞ്ഞെടുത്തത് അത് ഖുർആനിന്റെ മാസമായതുകൊണ്ടാണ്, ഖുർആൻ ഇറക്കിയ മാസമായതുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ ധാരാളമായി ഖുർആൻ ഓതാറുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ പാരായണം പരിശോധിക്കാൻ വരാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. സഹോദരന്മാർ, നമ്മൾ തീരുമാനിക്കേണ്ടത് എത്ര മണിക്കൂർ എനിക്ക് മാറ്റിവെക്കാൻ കഴിയും. 2 മണിക്കൂർ ദിവസം മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് 2 ഖത്തം തീർക്കാൻ കഴിയും. 3 മണിക്കൂറാണെങ്കിൽ 3 ഖത്തം തീർക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ സമയത്തിൽ നിന്ന്, നമ്മുടെ ദിവസത്തിൽ നിന്ന് എത്ര മണിക്കൂർ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മുൻഗാമികളൊക്കെ 10 തവണയും 15 തവണയും 30 തവണയും 60 തവണ വരെ റമദാൻ മാസത്തിൽ ഖത്തം തീർത്ത ആളുകൾ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർക്കും 24 മണിക്കൂറാണ്, നമുക്കും 24 മണിക്കൂറാണ്. അവർ അവരുടെ സമയത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിയപ്പോൾ അവർക്ക് സാധ്യമായിട്ടുണ്ട്. നമ്മൾക്ക് അങ്ങനെ കഴിയുമെങ്കിൽ, നമ്മൾക്ക് മാറ്റിവെക്കാൻ സാധ്യമാകുമെങ്കിൽ നമുക്കും കഴിയുമെന്നാണ്. അതുകൊണ്ട് എത്ര കഴിയുമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ എത്ര ഖുർആൻ ഓതി തീർക്കും, അതിന് സമയം കണ്ടെത്താൻ നമുക്ക്. റമദാൻ മാസത്തിന്റെ അത്താഴം കഴിഞ്ഞാൽ റസൂലും സഹാബികളും ഖുർആൻ ഓതാറുണ്ടായിരുന്നു. പ്രവാചകന്റെ അത്താഴത്തിന്റെയും പ്രവാചകന്റെ സുബഹിന്റെയും ഇടയിൽ 50 ആയത്തുകൾ ഓതാനുള്ള സമയം ഉണ്ടായിരുന്നുവെന്ന് സഹാബികൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവർ ഓതിയത് കൊണ്ട് അവർക്ക് സമയം മനസ്സിലായത് അങ്ങനെയാണ്. അവർ ഓതാറുണ്ടായിരുന്നു. സുബഹിന്റെ വാങ്ക് വിളിച്ചാൽ ജമാഅത്തിനിടയിൽ 25 മിനിറ്റുകൾ നമുക്ക് ഈ പള്ളിയിലുണ്ട്. നമ്മൾ അത്താഴം കഴിഞ്ഞ് നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് എത്താൻ സന്നദ്ധമാകുന്നുവെങ്കിൽ സുബഹി ബാങ്കിന്റെ മുമ്പും ശേഷവുമായിക്കൂടെ നമുക്ക് അരമണിക്കൂറിലധികം കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അര ജുസെങ്കിലും ഓതി തീർക്കാൻ സാധ്യമാകും. പിന്നെയോ സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ പള്ളിയിൽ തന്നെ ഇരുന്ന് 2 റക്അത്ത് പിന്നീട് ഇശ്റാഖ് നമസ്കരിച്ച് പോകുന്നവർക്ക് ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലി നമുക്കുണ്ട്. ജമാഅത്ത് കഴിഞ്ഞ് അരമണിക്കൂർ അവിടെ നമ്മൾ നിൽക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് അവിടെയും ഒരു അര ജുസ് ഓതാൻ കഴിയും. അപ്പോൾ സുബഹി ജമാഅത്ത് കഴിഞ്ഞ് നേരം പുലരുന്നതിനിടയിൽ തന്നെ നമുക്ക് ഒരു ജുസ് തീർക്കാൻ കഴിയും. പിന്നെ ഓരോ നമസ്കാരങ്ങൾക്കും നമ്മൾ നേരത്തെ പള്ളിയിലെത്താൻ തീരുമാനിച്ചാൽ നമുക്കതിന് മുമ്പും ശേഷവുമായിക്കൊണ്ട് കുറച്ച് പേജുകൾ ഓതാൻ കഴിയും. പിന്നെ ബോധപൂർവം തന്നെ നമ്മൾ കുറച്ച് സമയം മാറ്റിവെച്ചാൽ നമുക്കതിന് സാധ്യമാകും. അങ്ങനെ എത്ര സമയം എനിക്ക് മാറ്റിവെക്കാൻ കഴിയുമെന്ന് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഇപ്പോഴേ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങളിലൂടെ ഈ റമദാനിനെ എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ ഏറ്റവും നന്നാക്കി തീർക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്ലാനിങ് ആയിരിക്കണം നമ്മൾക്കുണ്ടാകേണ്ടത്. ആ പ്ലാനിങ് നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തി റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമേ എന്ന്, തഖ്വ പാലിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, റമദാൻ മാസത്തിൽ അതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന 5 മാർഗങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതേപോലെ സുഹൃത്തുക്കളെ, വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയും. സമയവും സമ്പത്തും സൗകര്യവും ഉള്ള ആളുകളുണ്ടെങ്കിൽ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഉംറ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിലെ ഉംറയെ കുറിച്ച് മഹാനായ പ്രവാചകനെ പറഞ്ഞത് ഫഇന്ന ഉംറതൻ ഫീ റമദാൻ തഖ്ലി ഹജ്ജതൻ മഈ. റമദാൻ മാസത്തിൽ ഒരാൾ ഉംറ ചെയ്താൽ എൻ്റെ കൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജു ചെയ്തതിന് സമമാണ്, അതേ കൂലിയാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഹജ്ജ് ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ 5 ലക്ഷത്തോളം രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്നാൽ റമദാൻ മാസത്തിൽ ഉംറ ചെയ്യാൻ അതിന് 5 എന്ന് പോലും നമുക്ക് ആവശ്യമില്ല. നമ്മൾക്കല്പം സമ്പത്തുണ്ടെങ്കിൽ, നമ്മുടെ സമയം മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് പോയാൽ പിന്നെ ആ 10-15 ദിവസം നമുക്ക് പരിപൂർണമായും നാട്ടിലെ തിരക്കുകളും ജോലി തിരക്കുകളും ബിസിനസ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിപൂർണമായി അല്ലാഹുവിനെ മാറ്റിവെക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ സാധ്യമാകുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴേ അതൊന്ന് പ്ലാൻ ചെയ്ത് മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട്. അതിന് വലിയ പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ സഹോദരന്മാരെ, റമദാൻ മാസത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹ്രീമിലൂടെ പഠിപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. കുടുംബത്തിലെ ആളുകൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, കുടുംബക്കാർ അവർ തിന്മകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ
ആ തിന്മകളെ പിടിച്ചു വെക്കാത്തവരെ ദയ്യൂസ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവൻ കൂട്ടിക്കൊടുപ്പുകാരനാണ്. അവൻ സ്വന്തം ഭാര്യയെ, സ്വന്തം പെങ്ങളെ, സ്വന്തം മകളെ മറ്റൊരാൾക്ക് വ്യഭിചരിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നവനെ പോലെ അത്ര മോശക്കാരനാണ്, തിന്മകൾ കുടുംബത്തെ തടയാത്തവരെന്ന് അതിഗൗരവപ്പെട്ട ഭാഷയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ട് അത് പിടിച്ചു വെക്കണമെന്ന് പ്രവാചകന് പറഞ്ഞു. നന്മകളെ അവരെ മത്സരിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ്. റമദാൻ മാസത്തിന് മുമ്പേ വീട്ടിൽ തന്നെ ഒരു മീറ്റിംഗ് നമ്മൾ കൂടണം. എന്നിട്ട് നമ്മൾ തീരുമാനമെടുക്കണം ഈ റമദാൻ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന്. റമദാൻ മാസം എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് ഒരുപാട് കടികൾ ഉണ്ടാക്കാനുള്ള മാസമായിട്ടാണ് മാറ്റാറുള്ളത്. അങ്ങനെ വേണ്ട ആവശ്യമില്ല. എല്ലാവരും കൂടി തീരുമാനിക്കുക, റമദാനിൽ നമുക്ക് ഒരു കടി മതി. ആ ഒരു കടി ഉണ്ടാക്കാൻ അവസാനത്തെ മഗ്‌രിബിന് മുമ്പ് അരമണിക്കൂറോ 1 മണിക്കൂറോ മാത്രം മതിയാകും. അത്ര സമയം മാത്രം പാകത്തിന് മതി. ബാക്കിയുള്ള സമയങ്ങൾ സ്ത്രീകൾക്ക് ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ച് കൊടുക്കേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ ചില ദിവസങ്ങളിൽ അവർക്ക് നോമ്പെടുക്കാനും സ്ഥിരമായ ഖുർആൻ പാരായണത്തിന് അവർക്ക് സാധ്യമാകാതെ വരും. ആ ദിവസം കൂടി മുന്നിൽ കണ്ട് നിങ്ങൾ ഖുർആൻ പാരായണത്തിന് ഒരുങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടി വീട്ടിലെ പുരുഷന്മാർ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വീട്ടുകാർ തമ്മിൽ നല്ല പ്ലാനിങ്, ഓരോരുത്തരും നന്മകൾ മത്സരിക്കണം. എന്നിട്ട് പരസ്പരം ചോദിക്കണം, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, ഉപ്പയും മക്കളും ഉമ്മയും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഓത്തെവിടെ എത്തി, എത്ര ജ്യൂസ് കഴിഞ്ഞു, എത്ര ഖത്തം കഴിഞ്ഞു, ഈ റമദാനാകുമ്പോൾ നമ്മൾ എവിടെ എത്തും, ഞാനാണോ മുന്നിൽ, നിങ്ങളാണോ മുന്നിൽ എന്നിങ്ങനെ മത്സരങ്ങൾ അവർ തമ്മിൽ നടക്കട്ടെ. അങ്ങനെ നടക്കുമ്പോൾ നല്ല ഒരു മധുരമുള്ള ഈമാനികമായ റബ്ബിനെ പേടിക്കുന്ന സുന്ദരമായ കുടുംബങ്ങളെ അത് മാറും. ചെറിയ മക്കൾ, അവർക്ക് ഓതാൻ നമ്മൾ പ്രേരണ കൊടുക്കണം. വാട്സാപ്പ് ഗ്രൂപ്പുകൾ, കുടുംബ ഗ്രൂപ്പുകൾ ഉണ്ടാകും. ആവശ്യമുള്ളതും അനാവശ്യമുള്ളതും തമാശകളുമായ ഒരുപാട് മെസ്സേജുകൾ ആ ഗ്രൂപ്പുകളിൽ നമ്മൾ പലരും ഇടാറുണ്ട്. നമ്മൾ സ്വമേധയാ തയ്യാറെടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നേരത്തെ ഒരു മെസ്സേജ് തയ്യാറാക്കി ഇടുക. ഇത് കുട്ടികൾക്കുള്ളതാണ്. 15 വയസ്സിൽ താഴെയുള്ള മക്കൾ ഈ റമദാൻ മാസത്തിൽ കൂടുതൽ ഓടിത്തീർക്കുന്ന ആളുകൾക്ക് എന്റെ വക സമ്മാനം ഉണ്ടാകും എന്നൊരു പ്രഖ്യാപനം നടത്തി നോക്ക്. ഒരു 200 റുപ്യന്റെ സമ്മാനം ഓരോരുത്തർ കൊടുക്കാൻ തീരുമാനിച്ചാൽ അതുകൊണ്ട് മാത്രം അവർ കുറേ ഖുർആൻ ഓതും. അങ്ങനെ അവർ അതൊരു താല്പര്യമായി എടുത്ത് അങ്ങനെ പാരായണം പൂർത്തിയാക്കിയ ആളുകൾ റമദാൻ മാസം കഴിഞ്ഞ് പെരുന്നാളിൽ എല്ലാവരും ഇന്ന വീട്ടിലേക്ക് എത്തണം, ഒരു കുടുംബ സംഗമം തീരുമാനിക്കും നിങ്ങൾ. എന്നിട്ട് അന്നേ ദിവസം എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആ സമ്മാനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുക. ഖുർആൻ ഓതി തീർത്ത കുട്ടികൾക്ക്, കുറെ ഖതം തീർത്ത വലിയ ആളുകൾക്ക് എന്നിങ്ങനെ സമ്മാനം കൊടുക്കുമ്പോൾ അതൊക്കെ വലിയ സന്തോഷമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ കുടുംബത്തെ നന്മകളിൽ മത്സരിക്കുന്ന അവസ്ഥയിൽ അവരെ കൂടെ കൂട്ടാൻ കഴിയണം. പള്ളികളിലേക്ക് പോകുമ്പോൾ അവരെയും കൂട്ടി നമ്മൾ പോവുക. സുബഹി ജമാഅത്തിന് അത്താഴം കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തുക. എല്ലാവരും സുബഹിയും കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഇശ്റാഖ് നമസ്കരിച്ച് തിരിച്ചു പോകാൻ സൗകര്യം ഉണ്ടാക്കുക. പള്ളികളിൽ ഇൻഷാ അല്ലാഹ് ഇവിടെയും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ റമദാൻ മാസങ്ങളിൽ ഖുർആൻ പഠനത്തിന്റെയും മറ്റു പഠനങ്ങളുടെയും ക്ലാസുകൾ നടക്കും. അവിടേക്ക് ഒരുമിച്ച് പോവുക. നന്മകൾ അങ്ങനെ ഒരുമിച്ച് കേട്ട് ഒരുമിച്ച് ചെയ്ത് ഒരുമിച്ച് സ്വർഗപ്രവേശനത്തിന് പണികളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് അത് ഏറ്റവും നല്ല മധുരമുള്ള കുടുംബമായി തീരുക. ആ രൂപത്തിലെല്ലാം ഒരു നല്ല മുന്നൊരുക്കം സഹോദരിമാരെ ഈ റമദാനിന് വേണ്ടി നമ്മൾ നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ റമദാൻ കഴിയുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.